നമസ്കാരം. പേരിന്റെ പേരിൽ വിവാദത്തിലായ ഹൈദരാബാദിലെ പ്രശസ്തമായ കറാച്ചി ബേക്കറി അടിച്ചു തകർക്കാൻ ശ്രമം. ഹൈദരാബാദിലെ ശംഷാബാദിലുള്ള കറാച്ചി ബേക്കറിയുടെ ഔട്ട്ലെറ്റിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. തീവ്ര ഹിന്ദു സംഘടനാ പ്രവർത്തകർ ദേശീയ പതാകകളുമേന്തിയാണ് ബേക്കറി ആക്രമിക്കാനെത്തിയത്. വടികൾ കൊണ്ട് ഗ്ലാസ്സിലടിക്കുകയും പാകിസ്ഥാൻ മുർദാബാദ് എന്ന് മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു. ഇന്ത്യ പാക് സംഘർഷം ഉടലെടുത്ത സാഹചര്യത്തിൽ തുടക്കം മുതൽ തന്നെ ബേക്കറിക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം ഇന്ത്യയിലേക്ക് കുടിയേറിയ ഖാൻചന്ദ് രാംനാനിയാണ് കറാച്ചി ബേക്കറി തുടങ്ങിയത്. 1953 ഹൈദരാബാദിൽ രാംനാനി തുടങ്ങിയ കറാച്ചി ബേക്കറി ഉസ്മാനിയ ബിസ്ക്കറ്റുകൾക്ക് പ്രശസ്തമാണ്. ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങി വളർന്ന ബ്രാൻഡാണ് കറാച്ചി ബേക്കറി എന്നും പാകിസ്ഥാനുമായി ഒരു ബന്ധവുമില്ലെന്നും ഉടമകളായ രാജേഷ് രാംനാനിയും ഹരീഷ് രാംനാനിയും പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. 1953 മുതൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ബേക്കറി പൈതൃകത്തെയും ഇന്ത്യൻ സ്വത്വത്തെയും സംരക്ഷിക്കുന്ന പ്രസ്താവന പുറത്തിറക്കി എന്നാണ് ഉടമകൾ അവകാശപ്പെട്ടത്. ഹൈദരാബാദിൽ സ്ഥാപിതമായ കറാച്ചി ബേക്കറി 100% ഇന്ത്യൻ ബ്രാൻഡാണ്. കറാച്ചി ബേക്കറി എന്ന പേര് ദേശീയതയല്ല, ചരിത്രത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് എന്ന വിശദീകരണമാണ് ഉടമകൾ നൽകുന്നത്. ബ്രാൻഡിനെ പിന്തുണയ്ക്കാൻ കമ്പനി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കരുതലോടെയും അർപ്പണബോധത്തോടെയും രാജ്യത്തെ സേവിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു ഇന്ത്യൻ സ്ഥാപനമാണ് കറാച്ചി ബേക്കറി എന്നും ഉടമകൾ വ്യക്തമാക്കി. എന്നാൽ പേര് മാറ്റണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിഷേധക്കാർ. കറാച്ചി ബേക്കറിയുടെ പേര് വിഭജന കാലഘട്ടത്തിലെ പാരമ്പര്യത്തിൽ വേരൂന്നിയാണെന്നതാണ് ബേക്കറിയുടെ ഇപ്പോഴത്തെ ഉടമകളായ രാജേഷ് ഹരീഷ് രാംനാനി PTIയോട് പ്രതികരിച്ചത്. വിഭജന കാലത്ത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ മുത്തച്ഛൻ ഖാൻചന്ദ് രാംനാനിയാണ് ബേക്കറിക്ക് ജന്മനാടിന്റെ പേര് നൽകിയത്. ഞങ്ങൾ ഇന്ത്യക്കാരായതിൽ അഭിമാനിക്കുന്നവരാണ്. 1953 മുതൽ ഈ രാജ്യത്ത് ബേക്കറി നടത്തുന്നവരാണെന്നും ഇരുവരും വ്യക്തമാക്കി.